ലോട്ടറി ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം മാറ്റിമറിക്കുന്ന സമ്പത്തിന്റെ പ്രതീകം. ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവനയെ പിടിച്ചെടുക്കുന്ന ഒന്നാണിത്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതുപോലെ ഇതൊരിക്കലും വെറുമൊരു ഭാഗ്യപരീക്ഷണമല്ല. അദൃശ്യമായ തലത്തിൽ നിങ്ങൾക്കായി ഇതിനകം നിലനിൽക്കുന്ന സമൃദ്ധിയുടെ ഒരു പൂർണ്ണമായ രൂപകമാണിത്. പ്രപഞ്ചത്തിന്റെ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അത് സ്വന്തമാക്കാൻ കാത്തിരിക്കുന്ന സമൃദ്ധി. ഇന്ന് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് എങ്ങനെ ലോട്ടറി നേടാം എന്നതാണ്. വല്ലപ്പോഴും ഒരിക്കലല്ല, ചിലപ്പോഴുമല്ല, മറിച്ച് ജീവിതത്തിലെ അനന്തമായ സാധ്യതകളുമായി നിങ്ങൾ ഇടപഴകുമ്പോഴെല്ലാം വിജയിക്കുന്നതെങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കും. ഇത് സ്ഥിതിവിവരക്കണക്കുകളുടെയോ യാദൃശ്ചികമായ ഭാഗ്യത്തിന്റെയോ കാര്യമല്ല. എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന ആ സമ്പൂർണ്ണ നിയമവുമായി സ്വയം ഇണങ്ങിച്ചേരുന്നതിനെക്കുറിച്ചാണ്. ആ നിയമവുമായി നിങ്ങൾ പൂർണ്ണമായി ചേരുമ്പോൾ നിങ്ങൾക്കുള്ള നന്മ നിങ്ങളിലേക്ക് വന്നെത്തുമെന്ന് ഉറപ്പുനൽകുന്ന നിയമം. പലരും ഈ വാക്കുകളെ വെറും ഭാവനയെന്നോ നടക്കാത്ത സ്വപ്നമെന്നോ പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാം. അവർ അങ്ങനെയെങ്ങ് വിചാരിക്കട്ടെ. ദൈവികമായ സമൃദ്ധിയുടെ സത്യം ഒരിക്കലും സാധാരണക്കാർക്കു വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് പരിമിതികളെ മറികടന്ന് തങ്ങളുടെ പൈതൃകമായ സമൃദ്ധി അവകാശപ്പെടാൻ തയ്യാറുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കു വേണ്ടിയുള്ളതായിരുന്നു. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ ആകർഷിക്കുമായിരുന്നില്ല. നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന ഈ തത്വങ്ങൾ ചരിത്രത്തിലുടനീളം സാധാരണ ജീവിതങ്ങളെ സമൃദ്ധിയുടെ അസാധാരണമായ സാക്ഷ്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവ പുതിയ ആശയങ്ങളല്ല, നിങ്ങളുടെ പ്രയോജനത്തിനായി ആധുനിക ഭാഷയിൽ പ്രകടിപ്പിക്കുന്ന പുരാതന ജ്ഞാനമാണ്. അചഞ്ചലമായ വിശ്വാസത്തോടെ ഇത് പ്രയോഗിച്ചവർക്ക് അത്ഭുതകരമായ രീതിയിൽ സമ്പത്തും ആരോഗ്യവും സന്തോഷവും നൽകിയ അതേ തത്വങ്ങളാണിവ. ഈ വാക്കുകൾ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഗാധമായ എന്തോ ഒന്ന് ഇതിനകം സംഭവിക്കുന്നുണ്ട്. ഇല്ലായ്മയുടെ പഴയ ചിന്താരീതികൾ അലിഞ്ഞുപോകുന്നു. പണത്തെയും സമൃദ്ധിയെയും കുറിച്ചുള്ള പരിമിതമായ വിശ്വാസങ്ങൾ പിഴുതെറിയപ്പെടുന്നു. സമൃദ്ധിയുടെ ഒരു പുതിയ ബോധം നിങ്ങളുടെ മനസ്സിന്റെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വേരൂന്നുകയാണ്. ഇപ്പോൾ താഴെ കമന്റ് സെക്ഷനിൽ ഈ പ്രഖ്യാപനം എഴുതുക: ഞാൻ അനന്തമായ സമൃദ്ധിയുമായി ഇണങ്ങിച്ചേർന്ന ഒരു സ്വാഭാവിക വിജയിയാണ്. ഈ ലളിതമായ പ്രവൃത്തി നിങ്ങളുടെ ബോധത്തിലും സാമൂഹിക മണ്ഡലത്തിലും ഒരു വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. സമൃദ്ധി നിങ്ങളുടെ ദൈവിക ജന്മാവകാശമാണ്. ഏതൊരു ലോട്ടറിയും നേടുന്നതിനു മുൻപ്, അത് അക്ഷരാർത്ഥത്തിലുള്ള നറുക്കെടുപ്പായാലും സമൃദ്ധമായ ജീവിതമെന്ന പ്രതീകാത്മക ലോട്ടറിയായാലും, നിങ്ങളൊരു അടിസ്ഥാന സത്യം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും വേണം. സമൃദ്ധി നിങ്ങളുടെ ദൈവികമായ ജന്മാവകാശമാണ്. പ്രപഞ്ചം ദൗർലഭ്യത്തിന്റെയും പരിമിതിയുടെയും സ്ഥലമല്ല. അതിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അവകാശപ്പെടാനായി കാത്തിരിക്കുന്ന പരിധിയില്ലാത്ത നന്മയുടെ ഒരു സംഭരണശാലയാണത്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. ഈ വാക്കുകളിൽ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അഗാധമായൊരു സത്യമടങ്ങിയിരിക്കുന്നു. ദൈവികമായ തലത്തിൽ ഒരു കുറവുമില്ല. നിങ്ങളുടെ ബോധപൂർവമായ അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന സമൃദ്ധമായ വിതരണം മാത്രമേയുള്ളൂ. പ്രശ്നം സമൃദ്ധി നിങ്ങൾക്ക് ലഭ്യമല്ലാത്തതല്ല. പ്രശ്നം നിങ്ങൾ ഇല്ലായ്മയിൽ വിശ്വസിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടു എന്നതാണ്. പരിമിതികളെ നിങ്ങളുടെ വിധിയായി അംഗീകരിക്കാനും അനന്തമായ സമൃദ്ധി ഉള്ളിടത്ത് ദൗർലഭ്യം കാണാനും നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. ഈ തെറ്റായ വിശ്വാസ സമ്പ്രദായം ദൈവികമായ അവകാശത്താൽ ഇതിനകം നിങ്ങളുടേതായ സമൃദ്ധിക്കും നിങ്ങൾക്കുമിടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. ഈ പ്രാർത്ഥന ദൃഢവിശ്വാസത്തോടെ പറയുക: അനന്തമായ സമൃദ്ധി എന്റെ ദൈവികമായ അവകാശമാണ്. കാണുന്നതും കാണാത്തതുമായ എല്ലാ വഴികളിലൂടെയും സമൃദ്ധി സ്വീകരിക്കാനായി ഞാൻ എന്നെ തന്നെ തുറക്കുന്നു. എന്റെ നന്മ സ്വതന്ത്രമായും സന്തോഷത്തോടെയും സമൃദ്ധമായും കൃപയാൽ പൂർണ്ണമായ വഴികളിലൂടെ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ പ്രതിധ്വനിക്കുന്നത് അനുഭവിക്കുക. ഇവ വെറും പോസിറ്റീവ് പ്രസ്താവനകളല്ല, അവ നിങ്ങളെ സമൃദ്ധിയുടെ ദൈവിക നിയമവുമായി ഇണക്കുന്ന സത്യത്തിന്റെ പ്രഖ്യാപനങ്ങളാണ്. ലോകം നിങ്ങളോട് പറഞ്ഞേക്കാം സമൃദ്ധി വിരളമാണെന്ന്, സമ്പത്ത് ഭാഗ്യമുള്ള കുറച്ചുപേർക്ക് മാത്രമുള്ളതാണെന്ന്, ലോട്ടറി അടിക്കുന്നത് ലക്ഷത്തിലൊന്ന് സാധ്യതയാണെന്ന്. എന്നാൽ ലോകം പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ നിയമമനുസരിച്ചാണ്, ദൈവിക നിയമമനുസരിച്ചല്ല. ദൈവിക നിയമപ്രകാരം സമൃദ്ധി അപരിമിതമാണ്. അതുമായി ഇണങ്ങിച്ചേരുന്ന ബോധത്തിലേക്ക് ഐശ്വര്യം ഒഴുകിയെത്തുന്നു. ജീവിതത്തിന്റെ ഏത് രംഗത്തും വിജയിക്കുന്നത് സത്യവുമായുള്ള ഈ ഇണക്കത്തിന്റെ സ്വാഭാവിക ഫലമാണ്. ഇതാണ് ഓരോ തവണയും ലോട്ടറി നേടുന്നതിനുള്ള ആദ്യത്തേതും അടിസ്ഥാനപരവുമായ തത്വം. സമ്പൂർണമായ മാതൃക നിങ്ങളുടെ ഭാവനയുടെ ശക്തി. ദൈവിക നിയമത്തിന്റെ തലത്തിലൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. ഓരോ ആഗ്രഹത്തിന്റെയും സാക്ഷാത്കാരത്തിന് ഒരു തികഞ്ഞ മാതൃകയുണ്ട്, ഒരു ദൈവിക ബ്ലൂ പ്രിന്റ്. ലോട്ടറി വിജയങ്ങൾ പോലുള്ള സമൃദ്ധിയുടെ ഏതൊരു രൂപത്തിനും ഇത് ബാധകമാണ്. ഈ തികഞ്ഞ മാതൃക നിലനിൽക്കുന്നത് നാലാമത്തെ തലം എന്ന് ചിലർ വിളിക്കുന്ന എല്ലാ പ്രകടനങ്ങളും ആരംഭിക്കുന്ന അദൃശ്യമായ പ്രതലത്തിലാണ്. നിങ്ങളുടെ ജോലി സമൃദ്ധി സൃഷ്ടിക്കുക എന്നതല്ല, അത് ഇതിനകം അനന്തമായ അളവിൽ നിലവിലുണ്ട്. നിങ്ങളുടെ ജോലി അതിന്റെ പ്രകടനത്തിന്റെ തികഞ്ഞ മാതൃകയുമായി സ്വയം ഇണങ്ങിച്ചേരുക എന്നതാണ്. ഈ ഇണങ്ങിച്ചേരലിന്റെ താക്കോൽ നിങ്ങളുടെ ഭാവനയിലാണ്.
നിങ്ങളുടെ ഭാവന വെറുമൊരു മാനസിക കളിസ്ഥലമല്ല, അതൊരു സർഗാത്മക ശക്തികേന്ദ്രമാണ്. 2712 മില്യൺ ഡോളർ ലോട്ടറി ജാക്ക്പോട്ട് നേടിയ സിന്ധ്യ സ്റ്റാഫോർഡിന്റെ ശ്രദ്ധേയമായ കഥ പരിഗണിക്കുക. മാസങ്ങളോളം അവർ ഒരു പ്രത്യേക ദൃശ്യവൽക്കരണ പരിശീലനത്തിൽ ഏർപ്പെട്ടു. താൻ കൃത്യം $112 മില്യൺ നേടുന്നതായി അവർ ഭാവനയിൽ കാണുമായിരുന്നു. വിജയിക്കുമ്പോൾ എന്തു തോന്നും, ചെക്ക് സ്വീകരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ വികാരങ്ങൾ എന്നിവയെല്ലാം അവർ ഭാവനയിൽ കണ്ടു. അവർ നേടിയപ്പോൾ അത് യാദൃശ്ചികമായിരുന്നില്ല, മറിച്ച് തന്റെ ബോധത്തിൽ സ്ഥാപിച്ച സമൃദ്ധിയുടെ മാതൃകയുമായുള്ള തികഞ്ഞ ഒരു ഇണങ്ങിച്ചേരലായിരുന്നു. ഇതേ തത്വം നിങ്ങൾക്കും പ്രയോഗിക്കാം. നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭാവനയാണ് പ്രധാനം. നിങ്ങൾക്കത് ഭാവനയിൽ കാണാനും അനുഭവിക്കാനും രുചിക്കാനും സ്പർശിക്കാനും കഴിയണം. അത് അതിന്റെ അഭാവത്തേക്കാൾ യഥാർത്ഥമായി നിങ്ങൾക്ക് തോന്നും വരെ ഇത് തുടരണം. ഈ പ്രഖ്യാപനം പൂർണ്ണബോധ്യത്തോടെ പറയുക: എന്റെ സമൃദ്ധിയുടെ മാതൃക ദൈവിക മനസ്സിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാവനയുടെ ശക്തിയിലൂടെ ഞാൻ ഈ മാതൃകയുമായി സ്വയം ഇണങ്ങിച്ചേരുന്നു. എനിക്ക് എന്ത് ഭാവനയിൽ കാണാനും വിശ്വസിക്കാനും കഴിയുമോ അതെനിക്ക് ഉറപ്പായും നേടാൻ കഴിയും. ഈ ബോധത്തോടെ നിങ്ങളൊരു ലോട്ടറി ടിക്കറ്റ് വാങ്ങുമ്പോൾ നിരാശാജനകമായ പ്രതീക്ഷയോടെയോ ഉത്കണ്ഠയോടെയോ അല്ല, മറിച്ച് ഇതിനകം നിങ്ങളുടേതായ ഒന്നിനെ നിങ്ങൾ വെറുതെ അവകാശപ്പെടുകയാണെന്ന ശാന്തമായ ഉറപ്പോടെ നിങ്ങൾ അതിനെ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ നിന്ന് ദൈവിക നിയമത്തിന്റെ പ്രകടനമാക്കി മാറ്റുന്നു. ലോകം ഇതിനെ ഭാഗ്യം എന്ന് വിളിക്കുന്നു. ദൈവിക നിയമം അറിയുന്നവർ ഇതിനെ ഇണങ്ങിച്ചേരൽ എന്ന് വിളിക്കുന്നു. #3 വിജയിക്കുന്ന നമ്പറുകളുടെ ശാസ്ത്രം. വിജയിക്കുന്ന ലോട്ടറി നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രായോഗിക രീതിയിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഇത് യാദൃച്ഛികമായ ഊഹങ്ങളോ അന്ധവിശ്വാസങ്ങളോ പിന്തുടരുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഏത് ലോട്ടറി ഡ്രോയിങ്ങിലും വിജയികളായി പ്രകടമാകുന്ന കൃത്യമായ നമ്പറുകൾ ഉൾപ്പെടെ എല്ലാം അറിയാവുന്ന ആ അനന്തമായ പ്രജ്ഞയിലേക്ക് കടന്നു ചെല്ലുന്നതിനെക്കുറിച്ചാണ്. ഈ അനന്തമായ പ്രജ്ഞ, ചിലർ അതിനെ ദൈവിക മനസ്സ് എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ അതിബോധ മനസ്സ് എന്ന് പറയുന്നു. അത് നിങ്ങളിൽ നിന്ന് വേറിട്ട ഒന്നല്ല, അത് നിങ്ങളുടെ സ്വന്തം ബോധത്തിന്റെ ഉയർന്ന തലമാണ്. ഈ ബന്ധം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ അന്തർജ്ഞാനത്തിലൂടെയാണ്. ഈ സഹജമായ മാർഗനിർദ്ദേശം നേടാനുള്ള താക്കോൽ രണ്ടാണ്. ഒന്ന് ബാഹ്യമായ വിവരങ്ങളെയും യുക്തിപരമായ ന്യായവാദങ്ങളെയും ആശ്രയിക്കുന്ന വിശകലന മനസ്സിനെ നിശബ്ദമാക്കുക. രണ്ട് നിങ്ങളുടെ ആന്തരിക മാർഗനിർദ്ദേശത്തിന്റെ സൂക്ഷ്മമായ പ്രേരണകളോടുള്ള നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക. ശാന്തമായ ഒരിടം കണ്ടെത്തി കണ്ണുകളടച്ച് ദീർഘശ്വാസമെടുക്കുക. മനസ്സിനെ ശാന്തവും സ്വീകാര്യവുമാക്കാൻ അനുവദിക്കുക. എന്നിട്ട് ശാന്തമായ ഉറപ്പോടെ നിങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ലോട്ടറിയുടെ വിജയിക്കുന്ന നമ്പറുകൾ കാണിച്ചുതരാൻ ആവശ്യപ്പെടുക. ഈ പ്രക്രിയയെ നിർബന്ധിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യരുത്. വിവരങ്ങൾ ഇതിനകം നിലവിലുണ്ടെന്നും അത് നിങ്ങൾക്ക് ലഭ്യമാണെന്നും അറിഞ്ഞുകൊണ്ട് സ്വീകാര്യതയുടെ ഒരു മനോഭാവം നിലനിർത്തുക. നിങ്ങൾക്ക് ലഭിക്കുന്ന നമ്പറുകൾ വിധിതീർപ്പില്ലാതെ രേഖപ്പെടുത്തുക. സംശയിക്കരുത്, ഇത് നമ്പറുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയല്ല. അനന്തമായ സാധ്യതകളുടെ മണ്ഡലത്തിൽ ഇതിനകം നിലവിലുള്ള നമ്പറുകൾ സ്വീകരിക്കുന്ന പ്രക്രിയയാണ്. ഈ പ്രഖ്യാപനം പൂർണ്ണവിശ്വാസത്തോടെ പറയുക: ദൈവികമായ പ്രജ്ഞയ്ക്ക് വിജയിക്കുന്ന നമ്പറുകൾ അറിയാം. ആ പ്രജ്ഞയുമായുള്ള എന്റെ ഐക്യത്തിലൂടെ എനിക്കും അവ അറിയാം. ഞാൻ ഈ മാർഗനിർദ്ദേശം വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും കൃത്യമായും സ്വീകരിക്കുന്നു. ദൈവിക പ്രചോദനത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന നമ്പറുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ബോധത്തിൽ നിന്ന് നിങ്ങൾ ലോട്ടറി നമ്പറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അനുഭവത്തെ ചൂതാട്ടത്തിൽ നിന്ന് ആത്മീയ പ്രകടനമാക്കി മാറ്റുന്നു. നിങ്ങൾ അസാധ്യമായ പ്രതിബന്ധങ്ങൾക്കെതിരെ കളിക്കുകയല്ല. ദൈവിക പദ്ധതിയിൽ നിങ്ങൾക്കായി ഇതിനകം നീക്കിവെച്ചത് നിങ്ങൾ അവകാശപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവികമായ സമയക്രമം. ദൈവികമായ സമ്പദ്വ്യവസ്ഥയിൽ സമയം നിർണായകമാണ്. ഓരോ ആഗ്രഹത്തിന്റെയും പ്രകടനത്തിന് ഒരു തികഞ്ഞ നിമിഷമുണ്ട്. നിങ്ങളുടെ നന്മയുടെ വിതരണത്തിനായി പ്രപഞ്ച കലണ്ടറിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു ദൈവികമായ കൂടിക്കാഴ്ച. ഈ സമയക്രമം മനസ്സിലാക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് ലോട്ടറി സ്ഥിരമായി നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ്. പലരും തങ്ങളുടെ നന്മ നഷ്ടപ്പെടുത്തുന്നത് ദൈവിക സമയക്രമവുമായി ചേർന്നു നിൽക്കുന്നതിനു പകരം സ്വന്തം സമയക്രമമനുസരിച്ച് കാര്യങ്ങൾ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അവർ അക്ഷമരാകുകയോ അല്ലെങ്കിൽ വിജയം തൊട്ടടുത്തെത്തുമ്പോൾ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു. തികഞ്ഞ സമയക്രമത്തിന്റെ താക്കോൽ സജീവമായ ക്ഷമ എന്ന് വിളിക്കാവുന്ന ഒന്നിലാണ്. നിങ്ങളുടെ നന്മ ഉറപ്പാണെന്ന അചഞ്ചലമായ വിശ്വാസവും അത് ദൈവിക ക്രമമനുസരിച്ച് സംഭവിക്കുമെന്ന സമാധാനപരമായ അംഗീകാരവും ഇതിലൊന്നിക്കുന്നു. ഈ തികഞ്ഞ സമയം എങ്ങനെ തിരിച്ചറിയാം? യുക്തിപരമായ വിശകലനത്തിലൂടെയല്ല, മറിച്ച് നിങ്ങളെ വിജയിക്കുന്ന നമ്പറുകളിലേക്ക് നയിച്ച അതേ അന്തർജ്ഞാനത്തിലൂടെയാണ്. സമയത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയെല്ലാം ഉപേക്ഷിക്കുക. നിരാശ അകറ്റുന്നു, ശാന്തമായ ഉറപ്പ് ആകർഷിക്കുന്നു. നിങ്ങളുടെ നന്മ ദൈവിക നിയമമനുസരിച്ച് നിങ്ങൾക്ക് വന്നെത്തുമെന്ന് നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടാകുമ്പോൾ എപ്പോൾ എന്ന ചോദ്യം ഉയർന്ന ജ്ഞാനത്തിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ പ്രഖ്യാപനം തികഞ്ഞ വിശ്വാസത്തോടെ പറയുക: ദൈവികമായ സമയക്രമമാണ് എന്റെ നന്മയുടെ സാക്ഷാത്കാരത്തെ ഭരിക്കുന്നത്. എന്റെ ജീവിതത്തിലെ സമൃദ്ധിയുടെ തികഞ്ഞ ഒഴുക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ലോട്ടറി വിജയങ്ങൾ
കൃത്യസമയത്ത്, കൃപയോടെ, എല്ലാവരുടെയും ഏറ്റവും വലിയ നന്മയ്ക്കുതകുന്ന രീതിയിൽ എന്നിലേക്ക് വരുന്നു. ഈ സമർപ്പണത്തിൽ നിന്ന് വരുന്ന സമാധാനം അനുഭവിക്കുക. പ്രപഞ്ചം ഒരിക്കലും വൈകുകയോ നേരത്തെയാവുകയോ ചെയ്യുന്നില്ല. നിങ്ങളുടെ നന്മയുടെ വിതരണത്തിൽ എപ്പോഴും കൃത്യസമയത്താണ്. ഈ സമയക്രമത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. സമൃദ്ധി പ്രഖ്യാപനത്തിന്റെ ശക്തി. ലോട്ടറി വിജയങ്ങൾ പ്രകടമാക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്നാണ് സമൃദ്ധി പ്രഖ്യാപനം. ഇത് നിങ്ങളുടെ മുഴുവൻ സത്തയെയും സമൃദ്ധിയുടെ യാഥാർത്ഥ്യവുമായി വിന്യസിക്കുന്ന സത്യത്തിന്റെ ഒരു ഔപചാരിക പ്രഖ്യാപനമാണ്. ഒരു സാധാരണ പ്രസ്താവന ചിന്തയെ മാറ്റാൻ സഹായിച്ചേക്കാം, എന്നാൽ ഒരു പ്രഖ്യാപനം നിങ്ങളുടെ ബോധത്തെ അടിമുടി മാറ്റുന്നു. നിങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ ഫലപ്രാപ്തി പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഉപയോഗിക്കുന്ന ഭാഷ, അതിനു പിന്നിലെ ബോധം, അതിന്റെ ആവർത്തനത്തിന്റെ ആവൃത്തി, അതിൽ തുമ്പിയ ബാലനെ. ഒന്ന്, വർത്തമാനകാലത്തിൽ പറയുക, ഞാൻ ലോട്ടറി നേടും എന്നല്ല, മറിച്ച് ഞാനിപ്പോൾ സമൃദ്ധമായ ലോട്ടറി വിജയങ്ങളുടെ സ്വീകർത്താവാണ് എന്ന് പറയുക. 2, അധികാരത്തോടെ പറയുക, ഒരു യാചകനെപ്പോലെ അപേക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ദൈവികമായ ഇച്ഛ്കൊയ്ഥേഗെ പുറപ്പെടുവിക്കുന്ന ഒരു കൽപ്പനയായി പറയുക. 3, സ്ഥിരമായി ആവർത്തിക്കുക. സ്ഥിരമായ ആവർത്തനം നിങ്ങളുടെ വൈബ്രേഷനിൽ ഒരു സ്ഥിരമായ മാറ്റം സൃഷ്ടിക്കുന്നു. 4, വികാരം നിറയ്ക്കുക. ഈ വികാരമാണ് നിങ്ങളുടെ പ്രഖ്യാപനത്തിന് കാന്തിക ശക്തി നൽകുന്നത്. ഇനി ലോട്ടറി വിജയത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു പൂർണ്ണമായ സമൃദ്ധി പ്രഖ്യാപനമിതാ. ഇത് ദിവസവും ഉറക്കെ തികഞ്ഞ ബോധ്യത്തോടെ പറയുക. ഞാനിപ്പോൾ ലോട്ടറി സമൃദ്ധിയുടെ തികഞ്ഞ മാതൃകയുമായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ തുകകൾ തികഞ്ഞ സമയക്രമത്തിലും ദൈവിക കൃത്യതയിലും എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. എന്റെ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായുള്ള നിർദ്ദിഷ്ട നമ്പറുകളിലേക്കും നറുക്കെടുപ്പുകളിലേക്കും എന്റെ അന്തർജ്ഞാനം എന്നെ നയിക്കുന്നു. എന്റെ വിജയങ്ങൾ എളുപ്പത്തിലും സന്തോഷത്തോടെയും സ്ഥിരമായും കൃപയോടെയും തികഞ്ഞ വഴികളിലൂടെയും എന്നിലേക്ക് വരുന്നു. ഞാൻ ഈ സമൃദ്ധി നന്ദിയോടെ സ്വീകരിക്കുന്നു. ഇത് എന്റെ സത്തയുടെ സത്യമാണ്. ഞാനിത് എന്റെ ജീവിക്കുന്ന യാഥാർത്ഥ്യമായി ഇപ്പോൾ സ്വീകരിക്കുന്നു. ഈ പ്രഖ്യാപനം സ്ഥിരമായി, അചഞ്ചലമായ വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ അത് വിജയത്തെ യാദൃശ്ചികതയിൽ നിന്ന് ഇണങ്ങിച്ചേരലിന്റെ കാര്യമാക്കി മാറ്റുന്നു. ചംക്രമണ നിയമം. ലോട്ടറി വിജയങ്ങൾക്കായുള്ള അന്വേഷണത്തിൽ പലരും അവഗണിക്കുന്ന ഒരു നിർണായക തത്വമാണ് ചംക്രമണ നിയമം. സമൃദ്ധി പൂഴ്ത്തിവെക്കാനുള്ളതല്ല, അത് നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിന്റെ ചാലകമായി ഒഴുകാനാണ്. ഈ ചംക്രമണം സമൃദ്ധിയുടെ പരിപഥം പൂർത്തിയാക്കുകയും നിങ്ങളുടെ നന്മ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൊടുക്കുവിൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. ഈ ബൈബിൾ വാഗ്ദാനം ചംക്രമണത്തിന്റെ തികഞ്ഞ നിയമം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ നൽകുന്നത് ഗുണിതമായി നിങ്ങളിലേക്ക് മടങ്ങിവരണം. ലോട്ടറി നേടാൻ ആഗ്രഹിക്കുന്ന പലരും സ്വീകരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നൽകുക എന്ന തുല്യ പ്രാധാന്യമുള്ള വശം അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് ഒഴുക്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ നിലവിലുള്ള വിഭവങ്ങളുടെ ചംക്രമണം സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ പ്രായോഗിക പ്രയോഗം. നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വന്നെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള നാണയങ്ങൾ പൂഴ്ത്തിവെക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ എല്ലാ വിഭവങ്ങളും ദാനം ചെയ്യണമെന്നോ വിവേകശൂന്യമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കണമെന്നോ അർത്ഥമാക്കുന്നില്ല. ഇത് നിങ്ങളുടെ സമൃദ്ധിബോധവുമായി ചേർന്നുപോകുന്ന തന്ത്രപരമായ കൊടുക്കലിന്റെ ഒരു സ്ഥിരം മാതൃക സ്ഥാപിക്കലാണ്. ഈ പ്രഖ്യാപനം ദൃഢവിശ്വാസത്തോടെ പറയുക. ഞാൻ ദൈവിക സമൃദ്ധിയുടെ ഒരു ചാലകനാണ്. പണം എളുപ്പത്തിൽ എന്നിലേക്കും എന്നിലൂടെയും ഒഴുകുന്നു. ഞാൻ സന്തോഷത്തോടെ നൽകുമ്പോഴും നന്ദിയോടെ സ്വീകരിക്കുമ്പോഴും എന്റെ സമൃദ്ധിയുടെ വൃത്തം പരിധിയില്ലാതെ വികസിക്കുന്നു. നിങ്ങൾ ഈ ബോധത്തോടെ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിട്ടല്ല, മറിച്ച് സമൃദ്ധിക്ക് നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ കഴിയുന്ന നിരവധി ചാലകങ്ങളിലൊന്നായി നിങ്ങൾ വിജയത്തിന്റെ തികഞ്ഞ മാതൃകയുമായി സ്വയം ഇണങ്ങിച്ചേരുന്നു. അന്തിമതന്ത്രം. ഓരോ തവണയും വിജയിക്കുക. ഇപ്പോൾ നമ്മൾ ഈ തത്വങ്ങളുടെയെല്ലാം പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു. ഓരോ തവണയും ലോട്ടറി നേടാനുള്ള അന്തിമതന്ത്രം. ഈ തന്ത്രം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ ഘടകങ്ങളെയും ഒരുമിപ്പിക്കുന്നു. ഈ തന്ത്രത്തിന്റെ അടിത്തറ നിങ്ങളുടെ ബോധമാണ്. സമൃദ്ധി നിങ്ങളുടെ ദൈവിക അവകാശമാണെന്നും നിങ്ങളുടെ സമൃദ്ധിയുടെ തികഞ്ഞ മാതൃക ഇതിനകം നിലവിലുണ്ടെന്നും നിങ്ങളെ നയിക്കുന്ന അനന്തമായ പ്രജ്ഞയുമായി നിങ്ങൾ ഒന്നാണെന്നുമുള്ള നിങ്ങളുടെ ഉറച്ച അറിവ്. ഈ അടിത്തറയിൽ നിന്ന് തന്ത്രം നിർദ്ദിഷ്ട പ്രായോഗിക ഘട്ടങ്ങളായി വികസിക്കുന്നു. 1. ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ. ദിവസവും ലോട്ടറി നേടുന്നത് മാത്രമല്ല, ആ വിജയങ്ങൾ സാധ്യമാക്കുന്ന ജീവിതം നയിക്കുന്നതും ഭാവനയിൽ കാണുക. അത് അതിന്റെ അഭാവത്തേക്കാൾ യഥാർത്ഥമായി നിങ്ങൾക്ക് അനുഭവപ്പെടണം. 2. പ്രഖ്യാപനം, ഡിക്രി. നിങ്ങളുടെ സമൃദ്ധി പ്രഖ്യാപനം രൂപീകരിക്കുകയും അത് ദിവസവും അധികാരത്തോടെയും വികാരത്തോടെയും ഉറക്കെ പറയുകയും ചെയ്യുക. 3. ചംക്രമണം, സർക്കുലേഷൻ. നിങ്ങളുടെ നിലവിലെ വിഭവങ്ങൾ തന്ത്രപരമായും സന്തോഷത്തോടെയും നൽകിക്കൊണ്ട് വലിയ സമൃദ്ധിക്കായി ഒരു ചാലകം തുറക്കുക. 4. മാർഗനിർദ്ദേശം, ഗൈഡൻസ്. നിർദ്ദിഷ്ട നമ്പറുകളെയും സമയത്തെയും കുറിച്ചുള്ള ദൈവിക മാർഗനിർദ്ദേശത്തിനായി സ്വയം ട്യൂൺ ചെയ്യുക. ശാന്തമായ സ്വീകാര്യതയ്ക്കായി സമയം കണ്ടെത്തുക. 5. ഉറപ്പോടെ കളിക്കുക, പ്ലേ വിത്ത് സെർട്ടൻറ്റി. നിങ്ങൾ ഇതിനകം വിജയിച്ചു കഴിഞ്ഞു എന്ന ബോധത്തോടെ കളിക്കുക. നിരാശയോടെയല്ല, ശാന്തമായ ഉറപ്പോടെ.
6 നന്ദി ഗ്രാറ്റിറ്റ്യൂഡ്. ഫലങ്ങൾ എന്തുതന്നെയായാലും നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ വിജയങ്ങൾ ഭൗതികമായി പ്രകടമാകുന്നതിനു മുമ്പുതന്നെ അതിന് നന്ദി പറയുക. 7 സ്ഥിരോത്സാഹം പേഴ്സിസ്റ്റൻസ്. താൽക്കാലികമായി എന്തു തോന്നിയാലും അചഞ്ചലമായ വിശ്വാസത്തോടെ തുടരുക. കാലതാമസമെന്ന് തോന്നുന്നത് പലപ്പോഴും ദൈവികമായ സ്ഥാനനിർണയമാണ്. ഈ സംയോജിത തന്ത്രം പൂർണ്ണബോധ്യത്തോടെ സ്ഥിരമായി പ്രയോഗിക്കുമ്പോൾ നിങ്ങളെ സമൃദ്ധിയുടെ വൈബ്രേഷനുമായി തികച്ചും വിന്യസിക്കുന്നു. വിജയം നിങ്ങളുടെ സ്വാഭാവിക അനുഭവമായി മാറുന്നു. ഈ അന്തിമ പ്രഖ്യാപനം പൂർണ്ണബോധ്യത്തോടെ പറയുക: ഞാൻ ലോട്ടറിയിലൂടെയുള്ള സമൃദ്ധിയുമായി പൂർണ്ണമായും ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. ഞാൻ വാങ്ങുന്ന ഓരോ ടിക്കറ്റും ഭൗതികമായി പ്രകടമാകുന്നതിനു മുമ്പുതന്നെ ദൈവിക മനസ്സിൽ ഒരു വിജയിയാണ്. എന്റെ വിജയങ്ങൾ ദൈവികമായ അവകാശത്താൽ കൃപയോടെ തികഞ്ഞ വഴികളിലൂടെ എന്നിലേക്ക് വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവയെ ശാന്തമായ ഉറപ്പോടെ അവകാശപ്പെടുന്നു. ഈ വാക്കുകളുടെ സമ്പൂർണ്ണ സത്യം അനുഭവിക്കുക.